കരൂർ ദുരന്തത്തെക്കുറിച്ച് അന്വേഷിക്കുവാൻ തമിഴ്നാട് സർക്കാർ രൂപീകരിച്ച ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷന്റെ ഉത്തരവാദിത്തങ്ങളും അന്വേഷണ ലക്ഷ്യങ്ങളും ഉൾപ്പെടുത്തിയുള്ള ടേംസ് ഓഫ് റഫറൻസ് പുറപ്പെടുവിച്ചു. ആളുകൾ തിക്കിലും തിരക്കിലും പെട്ടതിന്റെ കാരണങ്ങളും സാഹചര്യങ്ങളും അന്വേഷിക്കും. ദുരന്തത്തിലേക്ക് നയിച്ച കാരണങ്ങളും അതിന് ഉത്തരവാദികളായവരെയും വ്യക്തമാക്കണം. യോഗത്തിന് പോലീസ് നൽകിയ അനുമതി അവയിൽ എത്രയെണ്ണം ലംഘിക്കപ്പെട്ടു എന്നതും അന്വേഷണ പരിധിയിലുണ്ട്. യോഗങ്ങളും റാലികളും നടത്തുന്നതിനെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അനുമതിയും മാതൃകാ പെരുമാറ്റച്ചട്ടവും നൽകുന്നതിനെ നിലവിലുള്ള നിയമങ്ങളും ചട്ടങ്ങളും പഠിക്കുകയും ഭാവിയിൽ അത്തരം സംഭവങ്ങൾ ഒഴിവാക്കുന്നതിന് പ്രതിരോധ നടപടികൾ നിർദ്ദേശിക്കുകയും ചെയ്യും. അന്വേഷണം പൂർത്തിയാക്കി 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ടേംസ് ഓഫ് റെഫറൻസിൽ പറയുന്നത്. അതേസമയം കരൂർ ദുരന്തത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീംകോടതി വെള്ളിയാഴ്ച പരിഗണിക്കും. മദ്രാസ് ഹൈക്കോടതിയുടെ ഉത്തരവിനെതിരെ BJP നേതാവ് ഉമാ ആനന്ദാണ് അപ്പീൽ നൽകിയത്. നേരത്തെ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള TVK BJP പാർട്ടികളുടെ ഹർജി മദ്രാസ് ഹൈക്കോടതി തള്ളിയിരുന്നു. തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച കോടതി വിജയ്ക്കും സംസ്ഥാന സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ദുരന്തത്തിൽ കൊല്ലപ്പെട്ട 5 പേരുടെ കുടുംബവുമായി വിജയ് വീഡിയോ കോളിൽ സംസാരിച്ചു. TVK പ്രവർത്തകർ വീട് സന്ദർശിക്കുന്നതിനിടെയാണ് വിജയ് 5 പേരുടെ കുടുംബവുമായി വീഡിയോ കോളിൽ സംസാരിച്ചത്. 20 മിനിറ്റ് നേരം വിജയ് ഇവരുമായി സംസാരിച്ചു. മറ്റുള്ളവരുടെ കുടുംബങ്ങളുമായും വിജയ് ഉടൻ സംസാരിക്കുമെന്നാണ് വിവരം. നിലവിലുള്ള സാഹചര്യം മാറിയാൽ നേരിട്ട് കാണാമെന്ന് വിജയ് അറിയിച്ചതായും വിവരങ്ങളുണ്ട്.